നമസ്കാരം. ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിൽ മറ്റൊരു അഭിമാന നിമിഷം കൂടി. ഇന്ത്യയുടെ കരുത്തുറ്റ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ അഗ്നി-3 വീണ്ടും വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. ഒഡീഷ തീരത്തെ ചാന്ദിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു ഈ കുതിച്ചുചാട്ടം. സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിന്റെ മേൽനോട്ടത്തിൽ നടന്ന ഈ പരീക്ഷണം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രതിരോധ ശേഷി എത്രത്തോളം സുരക്ഷിതമാണെന്ന് ഒരിക്കൽ കൂടി ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. എന്താണ് അഗ്നി-3 മിസൈലിനെ ഇത്ര പ്രസക്തമാക്കുന്നത്? 3000 മുതൽ 3500 കിലോമീറ്റർ വരെ ദൂരെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ കൃത്യമായി തകർക്കാൻ ഈ മിസൈലിന് ശേഷിയുണ്ട്. അതായത് അയൽരാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായ ഏത് കേന്ദ്രവും അഗ്നി-3യുടെ പരിധിയിൽ വരും. 1.5 ടൺ വരെ ഭാരമുള്ള ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ഇന്ത്യയുടെ മിനിമം ഡിറ്ററൻസ് നയത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. 2 ഘട്ടങ്ങളുള്ള ഖര ഇന്ധന എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 16.7 മീറ്റർ നീളവും 2 മീറ്റർ വ്യാസവുമുള്ള ഈ മിസൈൽ 48,000 കിലോയിലധികം ഭാരമുള്ളതാണ്. ഇന്നലെ നടന്ന ഈ പരീക്ഷണം കേവലം ഒരു പരീക്ഷണമല്ല, മറിച്ച് നമ്മുടെ സേനയുടെ തയ്യാറെടുപ്പിന്റെ സാക്ഷ്യപത്രമാണ്. മിസൈൽ ഉൽപാദന ബാച്ചിൽ നിന്ന് യാദൃശ്ചികമായി തിരഞ്ഞെടുത്ത ഒരു മിസൈലാണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. ഇത് നമ്മുടെ മിസൈലുകളുടെ ഗുണനിലവാരവും ഏതു സമയത്തും പ്രവർത്തിപ്പിക്കാനുള്ള ശേഷിയും ഉറപ്പുവരുത്തുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ നിശ്ചിത ലക്ഷ്യസ്ഥാനത്ത് അതീവ കൃത്യതയോടെ മിസൈൽ പതിച്ചതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അത്യാധുനികമായ റിംഗ് ലേസർ ഗൈറോ അധിഷ്ഠിത നാവിഗേഷൻ സിസ്റ്റമാണ് അഗ്നി-3യുടെ കൃത്യത ഉറപ്പാക്കുന്നത്. അഗ്നി-1, അഗ്നി-2 എന്നിവയ്ക്ക് ശേഷം ഇന്ത്യ വികസിപ്പിച്ച അഗ്നി-3 ഏഷ്യൻ മേഖലയിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കുറഞ്ഞ ദൂരപരിധിയുള്ള പൃഥ്വി മിസൈലുകൾ മുതൽ 5000 കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിക്കുന്ന അഗ്നി-5 വരെ നീളുന്ന ഇന്ത്യയുടെ മിസൈൽ കരുത്ത് കര, കടൽ, ആകാശ മാർഗങ്ങളിലൂടെ ആണവായുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിയർ ട്രയാഡ് എന്ന പദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തിയിട്ടുണ്ട്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി DRDO വികസിപ്പിച്ച ഈ മിസൈൽ ഇന്ത്യയുടെ ആത്മവിശ്വാസമാണ്. സ്വന്തം അതിർത്തികൾ സുരക്ഷിതമാണെന്നും ഏത് വെല്ലുവിളികളെയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്നും അഗ്നി-3യുടെ ഓരോ പരീക്ഷണവും ഓർമ്മിപ്പിക്കുന്നു. ശാസ്ത്രജ്ഞർക്കും സൈനികർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.